ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് മൈത്ര പാലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ വന്നത് നൂർജഹാനെ കാണാനാണ്. നമ്മൾ ഏകദേശം ഒരു വർഷത്തിൻ്റെയൊക്കെ മുമ്പ് നൂർജഹാൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ എന്നിട്ട് നൂർജഹാൻ്റെ കല്യാണം കഴിഞ്ഞതായിരുന്നു. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ വന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞതായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് അത് ഡിവോഴ്സ് ചെയ്തതാണ്. നമുക്ക് ഒന്നുകൂടെ നൂർജഹാൻ്റെ വീഡിയോ ഒന്ന് എടുക്കണം, എന്നിട്ട് അവർക്ക് പറ്റിയ ഒരാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണം. ഒരുപാട് ആളുകളൊക്കെ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു നൂർജഹാൻ്റെ. അത്രയും ആലോചനകൾ അവർക്ക് വന്നിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തതായിരുന്നു. പക്ഷേ നമുക്ക് അയാൾ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒന്നുകൂടെ അവളുടെ കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം. അതിന് നിങ്ങളൊന്നുകൂടി ഒന്ന് മാക്സിമം എല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നൂർജഹാൻ്റെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തത് അവളുടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. ഇതാണ് അവളുടെ വീട്. അന്നപ്പോൾ ഇവിടെ വീട് പണിയേനു. അപ്പോൾ ഇപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവരുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ വീടാണ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷം? അപ്പോൾ ഇതാണ് നൂർജഹാന്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത നൂർജഹാനാണ്. എന്നാൽ ഇപ്പോൾ അവിടെ ഇരുന്നോ, നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഉപ്പ കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇത് നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു കാര്യമാണ്. നമുക്കൊക്കെ പറ്റിയൊരു വരനെ കണ്ടെത്തണം. അത് നമ്മൾ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാന്ന് തന്നെ വിചാരിച്ചാൽ മതി. കഴിഞ്ഞതൊക്കെ പോട്ടെ, അത് നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒഴിവായി, അത് കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? അതെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. കാരണം ഇത് പുതിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ കാണുന്നുണ്ടാവുക, ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ ഇതിൽ പറയാം. ഇപ്പം നൂർജഹാന് സംസാരിക്കാനും കേൾക്കാനുമാണ് ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് സൈൻ ലാംഗ്വേജ് ഒക്കെ, ആംഗ്യ ഭാഷ ഒക്കെ അറിയില്ലേ? ആംഗ്യ ഭാഷ ശരിക്കറിയില്ല. ഇപ്പൊ ശരിക്കും നമ്മളെ അനുഭവം കണ്ടത് ഓരോ അനുഭവം, ഓരോരുത്തരെ നടത്തിപ്പ്, ഓരോരുത്തരുടെ സ്വഭാവം, അതിൽ നിന്നാണ് പേരെടുക്കണത്. അതുകൊണ്ട് ചില ആൾക്കാരോട് പറയാ. ഇപ്പൊ ഒരാളിങ്ങനെ ഇപ്പൊ ഇവരെ ചെറുപ്പകാലത്തൊക്കെ ഇവള് വിറക് കൊണ്ടല്ല ഇങ്ങനെ കെട്ടിക്കൊണ്ടുവരും ഭാര്യ, അവളെ ഉമ്മ. അപ്പോൾ ഇങ്ങനെ ചുമലിൽ കൊണ്ടുവരുമ്പോൾ ഉമ്മാനെ പറയാ ഇങ്ങനെയാണ് ചുമൽ. അങ്ങനെ എല്ലാ ഉമ്മാരെയും അവള് പറയാ ഇങ്ങനെ ചുമലേറ്റി കൊണ്ടുവരാന്ന് പറയും. അപ്പൊ ഞാൻ ഒരു കാലത്ത് വീട് തെറുപ്പുകാരനാണ്. അതിന് മുമ്പ് മരപ്പണി അവൾക്ക് ഓർമ്മയില്ല. ഇവിടെ നിന്നല്ലല്ലോ എടുക്കുക, വീട് വീട്ടിൽ നിന്ന് എടുക്കുക, തെരപ്പ് വീട്ടിൽ നിന്ന്. അപ്പോൾ എന്നെ അവള് കത്തിരി കൊണ്ട് ആംഗ്യം കാണിക്കുക. ഉപ്പാന്നുള്ളതിനുള്ള ഇതാണ്. അത് എല്ലാ ഉപ്പമാരും ഓളെ അങ്ങനെയാണ് കാണുക. അതെ, അങ്ങനെ നമ്മളെ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓളതായ ഒരു രീതിയിലാണ് ഓളൊരാള് മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഓക്കെ, നമ്മളെ ചുണ്ടിന്റെ ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാനുള്ള ഏതാണ്ടൊക്കെ കൈവണ്ട്. അതെ. ഇപ്പോൾ നൂർജഹാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വിവാഹമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഓളെ കല്യാണം നടത്തണം. ഓളെ മുഖത്ത് ആ സന്തോഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ എത്ര വയസ്സേനും ആയത്? 38 അതെ, ഇപ്പോൾ 38 വയസ്സായി. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? 40-45 മാക്സിമം അല്ലേ? അതെ, ഒരു 45 വയസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആലോചന എത്രയും പെട്ടെന്ന് നമുക്കൊക്കെ കണ്ടെത്തണം. പിന്നെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയാലും ഭാര്യ മരിച്ചവരൊക്കെ നമുക്ക് സ്വീകരിച്ചുകൂടെ? കുടുംബത്തിന്റെ എല്ലാ ഒരു സപ്പോർട്ട് വേണം. അതെ, ഭാര്യ മരിച്ചാൽ മക്കളുണ്ടാവുമല്ലോ. അതെ, ആ മക്കളൊക്കെ എന്റെ വാപ്പാക്ക് വിവാഹം കഴിപ്പിക്കണമെന്നും അവരമ്മാനെ പോലെ അതെ ഇവളെ കാണണം. തീർച്ചയായും. അങ്ങനെ വീട്ടിൽ ചെന്നാല് അതേമാതിരി ഇവളെ സംബന്ധിച്ച് പ്രത്യേകം കാണണല്ലോ. അതെ, ഈ മക്കളുള്ളവരെ ആലോചന സ്വീകരിക്കാൻ നമ്മൾ ഓക്കെ ആണ് അല്ലേ? മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് കൂടി വാപ്പ വിവാഹം കഴിക്കണം. അതെ, അപ്പൊ മക്കളുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന നമ്മൾ സ്വീകരിക്കും. പക്ഷെ നൂർജഹാനെ സ്വന്തം ഒരുമാനെ പോലെ ഒരു മക്കൾ കാണണം, അങ്ങനെയൊക്കെയാണ് ഉപ്പ പറഞ്ഞത്. അപ്പൊ അതൊന്നും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഡിവോഴ്സ് ആയതാണെങ്കിലും അതിന്റെ കാര്യകാരണങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഡിവോഴ്സ് പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഓക്കെ ആണെന്ന് തോന്നിയാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി ഒക്കെ വരുന്ന ഒരാളോളം മരണം വരെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിരിക്കണം. കാരണം ഒരു ഡിവോഴ്സ് ആവാന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷമതകൾ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഒക്കെ ഒരുപാട് ആഗ്രഹിക്കും
ആലോചിച്ചിട്ട് ആദ്യ വിവാഹമായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ 38 വയസ്സെന്നാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് ലേറ്റ് ആവാനുള്ള സമയമൊന്നും ഇല്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കുള്ള കല്യാണം നടത്തണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ ഷെയർ ചെയ്ത് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. അവളുടെ കല്യാണം ഏറ്റവും നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം. പിന്നെ അവൾ എത്ര വരെ അപ്പ പഠിച്ചേ? പഠിക്കാൻ പോയിട്ടില്ല. ഉമ്മാനെയോ വീടൊക്കെ വിട്ടു പോകാനുള്ള ഒരു ഇത് കൊണ്ട് അവള് പഠിക്കാൻ തീരെ പോയില്ല അല്ലേ? അപ്പൊ ഒക്കെ എഴുതാനും വായിക്കാനൊക്കെ എഴുതാനും ഓളെ പേര് എഴുതാനും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പെൻഷൻ വാങ്ങണ്ടല്ലോ. പെൻഷൻ ഉണ്ട് അല്ലേ? അത് വാങ്ങണം, ഒപ്പിട്ട് വാങ്ങണം. ഓൾക്കറിയാം. പിന്നെ ഓളി എന്താ യാദൃശ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ അറിയും. അപ്പൊ ശരിക്കും ഈ മൊബൈലിലൊക്കെ പറഞ്ഞാൽ ഇതിലൊക്കെ എല്ലാം കഴിയും. വാട്സപ്പ് മെസ്സേജ് ഒക്കെ ഒക്കെ അറിയും. ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ, അത്ഭുതമാണ്. ഞാനൊരു ദിവസം എൻ്റെ ഒരു ഫോട്ടോ പിന്നെ KBCക്ക് DC കൊടുക്കാൻ വേണ്ടിയിട്ട്, ഐഡന്റിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്നോട് പിന്നെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ് പിന്നെ നിങ്ങളത് കോപ്പി കിട്ടണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. ഞാൻ വീട്ടിൽ നിങ്ങൾക്കില്ല പരിചയമില്ലെങ്കിൽ അയൽവക്കത്ത് നല്ല കുട്ടികളുണ്ടോ അറിവില്ലേ? അപ്പൊ ഞാൻ ഒന്നും വിട്ടുള്ള അയൽവക്കത്തില്ല. അപ്പൊ ഇവള് ഞാൻ അങ്ങനെ ഫോൺ കണ്ടപ്പോ ചോദിച്ചു എന്താ ചോദിച്ചു ഇവള്. അതൊക്കെ പോയാൽ മനസ്സിലാവും ഫോൺ കണ്ടാല്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐഡന്റിറ്റി വിട്ടുകൊടുക്കണം. കൈപ്പത്തി എന്നാൽ വളരെ ആളാ. അപ്പോ ഞാൻ വിട്ടുകൊടുക്കാറിനോട് ഓളെ വിട്ടുകൊടുത്ത് അപ്പഴാ ഓൾക്കത് അറിയുന്ന ഞാൻ അറിയണേ. അതെ, എന്ന് വെച്ചാൽ അവൾക്ക് ഫോണിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. അവള് കണ്ട് എല്ലാം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ചെവി കൊടുക്കില്ലെന്നുള്ളൂ. പിന്നെ ഇപ്പോൾ വന്ന സമയത്ത് ആ സോപ്പ് മാറ്റിയേക്കണം അവക്ക്. അതെ, അത് വൃത്തികേടാണല്ലോ. അതെ അതെ അതെ. അതേമാതിരി കസേരണ്ട്, ആ കസേരക്ക് ഒരു തുരിപ്പ് പിടിച്ചിക്കണ്. ഇവിടെ ഇട്ടിരുമ്പോ അയത്ത് കൊണ്ടേച്ചി വരുന്നുണ്ടപ്പോ. അതെ, തീർച്ചയായിട്ടും അതൊരു അതെ അതെ അതെ. ഇപ്പൊ പറഞ്ഞ സോപ്പ് അതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവൾ അത്രയും അതെ നീറ്റും ക്ലീനും ആയിട്ട് കാര്യങ്ങൾ ഒരാൾ വരുമ്പോ അങ്ങനെ ആയിരിക്കണം. അങ്ങനെയൊക്കെ കൊണ്ടുപോവാണെങ്കിൽ ആ വീട്ടുകാരോട് ശരിക്കും നോക്കും. തീർച്ചയായും ഭർത്താവിന് നോക്കും. ആ ഭർത്താവിന് ഉമ്മാനോട് ഓളമ്മാനെ നോക്കും പോലെ നോക്കും. അതൊക്കെ നമുക്ക് മനസ്സിലായത്. അപ്പൊ അവിടെ വ്യത്യാസമല്ല. ഉമ്മാനേക്കാൾ നോക്കേണ്ടതും ഭർത്താവിന്റെ ഭാര്യ തന്നെയാണല്ലോ. ഉമ്മ നോക്കേണ്ടതല്ല. പക്ഷെ ആ നോട്ടം അവള് നോക്കുന്നില്ല. എന്റെ വിശ്വാസം, ഞങ്ങളൊക്കെ വിശ്വാസം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കല് വളരെ എല്ലാ ബിരിയാണി വെക്കല് വരെ അറിയും. അതെ അതെ. ഭക്ഷണം എന്നാലും ഇപ്പൊ ഞങ്ങളൊന്നും അടുക്കാനായിക്കോല്ലോ ഭക്ഷണത്തിന്റെ അടുത്തേക്ക്. അതെ, അതെന്താ മൂല്യാർ ചെലവിന്റെ ഉസ്താദന്മാരെ ചെലവിന്റെ അന്നൊക്കെ ശരിക്കും പിന്നെ നമ്മള് അവിടെ വന്നിട്ട് തൊടാതെ ഭക്ഷണം പയറ് മുറിക്കുമ്പോഴൊക്കെ, പയറ് പപ്പടം പൊരിക്കുമ്പോ അതേ ഇറച്ചി മുറിക്കുമ്പോഴൊക്കെ നമ്മളേക്ക് തുമ്മേ നമ്മളേക്ക് വൃത്തികേടാക്കാനാണെങ്കിൽ ഓള് അതെ അതുകൊണ്ട് ഓള് തന്നെ എല്ലാം ചെയ്യും നല്ല നീറ്റായിട്ട്. അതെ, തീർച്ചയായും തീർച്ചയായും. മാഷാ അല്ലാ. അപ്പൊ എല്ലാ കാര്യത്തിനും അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വീട്ടിൽ വേണ്ടിയ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോളനാണ് നൂർജഹാൻ. പിന്നെ അവളുടെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ട്, പക്ഷെ അത് യാതൊരു രീതിയിലും അവളെ ബാധിക്കുന്നില്ല. ഇപ്പൊ സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളുടെ ക്യാരക്ടറും അവരുടെ ഒരു നോട്ടം കൊണ്ട് വരെ എങ്ങനെയുള്ള ആളാന്ന് വരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെയുണ്ട്. ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, അയൽവാസികളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് അത് കിട്ടാത്ത വോട്ടൊക്കെ അറിയാൻ കഴിയും. ഇലക്ഷനിൽ വോട്ട് എങ്ങനെ വെച്ചാൽ എന്തോള് പറയാന്നോ, അത് നമ്മളൊക്കെ തമ്മിൽ കൂടി കൂട്ടത്തോട് കൂടി സംസാരിക്കുമല്ലോ. ഇലക്ഷൻ സമയത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോ എല്ലാവരും ഒരു കെട്ടായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുമല്ലോ. അതിൽ ഒരാൾ മുഖം തിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ശ്രദ്ധ കൊടുക്കാത്തുണ്ടെങ്കിൽ ആ വോട്ട് ഓള് പറയാ വോട്ട് കിട്ടൂല. അപ്പൊ അത്ര കഴിവുള്ള ഒരു സ്ത്രീ, ചെവി കളിക്കുന്ന സ്ത്രീക്ക് പറയാൻ കഴിയും. തീർച്ചയായും ഒബ്സർവേഷൻ ആണ്, ശ്രദ്ധയാണ്. അതെ അതെ, തീർച്ചയായും അതാണ്. അത് ഓൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൊണ്ടാണ് ഓരോ കാര്യങ്ങളും. അപ്പൊ ഇവിടുന്നുണ്ട് ഇവർ ഇതൊക്കെ എന്തിനാ പറയുന്നത്, പക്ഷെ അതൊക്കെ പറയണം, നല്ലതാ. ഇതൊക്കെ കാണുമ്പോൾ ഓളെ പറ്റി ഒരാൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതാണ് അത്രയും ശ്രദ്ധയോടുകൂടി കാര്യങ്ങള്. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ആ അർത്ഥം. ഉമ്മ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള ഒരു പീപ്പിളിനെ നമുക്ക് വേണ്ടേ? അതന്നെ നമുക്ക് പറയാനുള്ളത് തന്നെ. ഓക്ക് നല്ല സ്നേഹമുണ്ട്, എല്ലാവരും നല്ല പോലെ ഓള് നോക്കും. വെച്ചാൽ ഒരു ഓള് പോവുന്നല്ല. അതിന് ഭർത്താവിൻ്റെ അമ്മയാണെങ്കിൽ ഓളമ്മയാണെന്ന് മാറ്റം നോക്കുന്നുണ്ടാവില്ല. ഓള് പറയൽ തന്നെ അതിലൊക്കെ ആരെങ്കിലും ഒരു അമ്മായിമാരെ നോക്കിയില്ലെങ്കിൽ എത്താമാരോളങ്ങനെ നോക്കാത്ത വെച്ചു. അത്രക്ക് ഇതാണ്. എല്ലാരും ഒരേപോലെ നോക്കണം. അങ്ങനത്തെ ഓർക്കൂലെ ഭർത്താവിന്റെ അമ്മാന്റെ തിരുമ്പി ഓർക്കൂലെ മരക്കണോ ഒക്കെ ചോദിച്ചെന്നോട്. അതൊക്കെ ഒക്കെ ചെയ്തു കൊടുക്കണോ, അല്ലാത്തവരവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയാണ് ഓളെ സ്വഭാവം. ശരിയാക്കൂലെന്നല്ലാത്തൊരു കുഴപ്പമൊക്കില്ല. അതാണുള്ളൂ ഒക്കെ ഉള്ള പ്രശ്നമുള്ളൂ. ഓള്
ചെവി കേൾക്കൂലെങ്കിലും കേൾക്കണ പോലെ ഓളെല്ലാം ചെയ്ത് വൃത്തിയാക്കോള്. ഇക്ക നമുക്ക് പിന്നെ നൂർജഹാനെ പോലെ തന്നെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരാളാണോ വേണ്ടത്, അല്ലെ സംസാരിക്കുന്ന ഒരാളാണോ വേണ്ടേ? ശരിക്കും വേണ്ട സംസാരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ പ്രയാസമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ തന്നെ നമുക്ക് വിരോധമല്ല. ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റുന്ന ഒരാളായാൽ മതി അല്ലേ? അതെ, തീർച്ചയായും. അതെ, അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി നല്ലൊരു ആലോചനയായിട്ട് മുമ്പോട്ട് വരിക. പിന്നെ ഇക്ക വേറെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ നല്ലപോലെ അന്വേഷിക്കണം. ഒരുപാട് എല്ലാവരും നല്ലവരായിരിക്കുമല്ലോ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഫോൺ ഡീൽ ചെയ്താൽ മതി. പുതിയൊരു സിം എടുത്ത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്താൽ മതി. ഓളെ ഫോട്ടോ ആയിരിക്കും അയച്ചു കൊടുക്കരുത്, വീഡിയോ കോൾ ചെയ്യാൻ കൊടുക്കരുത്. ഇവിടെ വന്ന് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവാം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാട്ടോ. ഓക്കെ, എത്രയും പെട്ടെന്ന് അവളെ കല്യാണം നടക്കട്ടെ. ഉപ്പ, നിങ്ങൾക്ക് എത്ര മക്കളാ? 5 മക്കള്. എത്ര ആൺകുട്ടികളാ? 2 ആൺകുട്ടി 3 ആൺകുട്ടി അല്ലേ? ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞോ? അതെ. അപ്പോ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? കോഴിക്കോട്, പിന്നെ മലപ്പുറം ജില്ലയിലൊക്കെ എവിടെയാണ് തിരക്കിടില്ല. മലപ്പുറം ജില്ലയിലും പിന്നെ കോഴിക്കോട് ജില്ല അല്ലേ? ഉപ്പ, നമുക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ച് അയക്കാനാണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളായാലും കുഴപ്പമുണ്ടോ? രണ്ടാലും കുഴപ്പമില്ല. നമുക്ക് ആലോചിച്ച് ചെയ്യാം അല്ലെ? ആലോചന വരട്ടെ, അതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഉമ്മ വേറൊന്നും പറയാനില്ലല്ലോ? വേറൊന്നും പറയാനില്ലല്ലോ? ഉമ്മക്ക് ചെറിയൊരു കേൾവിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ, എന്നാ ഉപ്പ ആയിക്കോട്ടെ, വേറൊന്നും ഇല്ലല്ലോ. എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ. അപ്പൊ നൂർജഹാൻ ആംഗ്യ ഭാഷ അറിയാന്നല്ലേ നിങ്ങൾ പറഞ്ഞല്ലേ? ഓളതായ രീതിയിൽ അല്ലേ? അപ്പൊ നമ്മള് ചുണ്ടിന് പിന്നെ പിന്നെ ബുദ്ധിമുട്ടുകൾ കെട്ടി കല്യാണം കഴിച്ചോണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയാ, കരിയുന്നോളെന്നാ പറയാ. ഇവള് വന്നു കരുതി. അത് ശരി. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അടയാളങ്ങളാണ് അല്ലേ? അതിപ്പോ നമ്മളെ വീട്ടുകാർക്കേ മനസ്സിലാവുള്ളൂ അല്ലെ? അപ്പൊ പുറത്തുനിന്നൊരാൾ വന്നാൽ അത് പെട്ടെന്ന് കേച്ചാവൂല. അതെ, പക്ഷെ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് നിങ്ങളിപ്പോ വരുമ്പോ ഇപ്പൊ സംസാരിക്കുന്ന ഒക്കെ ഒരാളാകുമ്പോൾ ഓളുമായിട്ട് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓളെ ക്യാരക്ടർ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ നമ്മൾ പാർട്ട്ണർ ആകുമ്പോൾ പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും അവളെ പറ്റി പഠിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് വരാവുള്ളൂ. ഓളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ മുമ്പോട്ട് വരാവുള്ളൂ. എന്താണ്, എങ്ങനെയാണ് ഓളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ നമുക്ക് പിന്നെ നല്ലൊരു ക്ഷമയും കൂടെ വരുന്ന ഒരാൾക്ക് വേണം കേട്ടോ. കാരണം പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന നോക്കും, ഓള് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് അങ്ങനെ പോകുന്ന ഒരാളെ ഒന്നും നമുക്ക് വേണ്ട. ഇൻഷാ അല്ലാ നല്ലൊരാൾ വരട്ടെ. ഇപ്പം എന്നാൽ അസ്സലാമു അലൈക്കും. ഉമ്മ പോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നൂർജഹാനും ഉപ്പയും ഉമ്മയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരണം. ഇനി ഓക്ക് വിഷമിക്കാനുള്ളൊരിട ഉണ്ടാവരുത്. പാവം മോളാണ്. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും സ്വപ്നം കണ്ടിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് അത് നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ ഇനി അതേപോലെ സംഭവിക്കാൻ പാടില്ല. ഓളെ മനസ്സിലാക്കുന്ന, ഓളെ മനസ്സ് കാണാൻ പറ്റുന്ന നല്ലൊരാൾ തന്നെ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. അതിന് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ ഉപ്പ പറഞ്ഞല്ലോ, ഓൾ അത്രയും സ്മാർട്ടാണ്. ഓരോ കാര്യങ്ങളും ഓൾ അത്രയ്ക്ക് ഒബ്സർവ് ചെയ്യും. ഒരാളെ കണ്ടാൽ അയാളെ നോക്കി അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓൾ ചെയ്യും. കുക്കിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നല്ല സ്മാർട്ടായിട്ട് ചെയ്യും. നല്ല വൃത്തിയാണ്. ഒരു വീട് കൊണ്ടു നടക്കാൻ ഓൾ മതി. പിന്നെ ഒക്കെ പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ ഉമ്മാനെയൊക്കെ സ്വന്തം ഉമ്മാനെ പോലെ അത്രയും നോക്കൂ. അതിനുള്ള ഇപ്പോൾ ഏതെങ്കിലും വീട്ടുകാരങ്ങനെ ഉമ്മമാരെയൊക്കെ നോക്കാണ്ട് നിൽക്കുന്നുണ്ട്, അവരോട് അവൾക്ക് ദേഷ്യമെന്നാണ് പറഞ്ഞത്. അത്ര പോലും നമ്മളെ വീട്ടിലുള്ള പ്രായമായ ആളായിക്കോട്ടെ അങ്ങനെയുള്ളവരൊക്കെ നോക്കാനും സ്നേഹിക്കാനൊക്കെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു മോളെ ഈ കാലത്ത് നമുക്ക് കിട്ടൂല കേട്ടോ. അത്രയും നല്ല ക്യാരക്ടറാണ് അവളെ. പക്ഷെ അവൾക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റൂല. ആ ഒരു ബുദ്ധിമുട്ടാണ് അവൾക്കുള്ളത്. അപ്പോൾ അതിപ്പോൾ അവളെന്ത് ചെയ്യാനാണ്? ജനിച്ചപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നു. പക്ഷെ അതൊന്നും ഓളെ ജീവിതത്തിൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഓളെല്ലാ കാര്യത്തിലും ഓക്കെയാണ്. നമ്മുടെ സംസാര രീതി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഓരോരുത്തർക്കും ഓരോ അടയാളങ്ങളാന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെയാണ് ഓള് കാര്യങ്ങൾ ഓളതായ രീതിയിൽ ഒന്ന് പഠിച്ചെടുത്തതാണ്. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എഴുതാനോ വായിക്കാനോ അറിയാം. ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇത്രയൊക്കെയാണ് ഓളുടെ ഡീറ്റെയിൽസ്. 38 വയസ്സാണായത്. നമുക്കൊരു മാക്സിമം 45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത്. അപ്പോൾ ഭാര്യ മരിച്ചതും ഡിവോഴ്സ് ആയതും ഒന്നും നമുക്ക് പ്രശ്നമില്ല. ന്യായമായ കാരണങ്ങളാണെങ്കിൽ നമുക്ക് ആലോചിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക.
മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാമെന്ന് മാത്രം എല്ലാവരോടും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.